നിയമാവർത്തനം 31 അധ്യായം. മോശ ചെന്ന് ഇസ്രായേൽ മുഴുവനോടും ഈ വാക്കുകൾ സംസാരിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇന്ന് എനിക്ക് 120 വയസ്സായിരിക്കുന്നു. പുറത്തു പോകാനോ അകത്തു വരാനോ എനിക്കിനി സാധിക്കുകയില്ല. മാത്രമല്ല, നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കും നിനക്ക് മുമ്പേ കടക്കുന്നത്. അവിടുന്ന് തന്നെ നിന്റെ മുമ്പിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നീ അവരെ അവകാശമാക്കും. കർത്താവ് പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ജോഷുവയായിരിക്കും നിന്റെ മുമ്പേ കടക്കുന്നത്. കർത്താവ് നശിപ്പിച്ച അമോര്യ രാജാക്കന്മാരായ സീഹോനോടും ഓഗിനോടും അവരുടെ ദേശത്തോടും അവിടുന്ന് ചെയ്തതുപോലെ അവരോടും ചെയ്യും. കർത്താവ് നിങ്ങളുടെ മുമ്പിലേക്ക് അവരെ ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങളെ അനുശാസിച്ച ഓരോ കൽപ്പനയുമനുസരിച്ച് നിങ്ങൾ അവരോട് വർത്തിക്കണം. നിങ്ങൾ ശക്തരായിരിക്കുവിൻ, ധീരരുമായിരിക്കുവിൻ. നിങ്ങൾ ഭയപ്പെടേണ്ട, അവരുടെ മുമ്പിൽ പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവാണ് നിന്റെ കൂടെ നടക്കുന്നവൻ. അവിടുന്ന് നിന്നെ കൈവെടിയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് ഇസ്രായേലിൻ്റെ മുഴുവൻ കൺമുമ്പാകെ അവനോട് പറഞ്ഞു, ശക്തനായിരിക്കുക, ധീരനുമായിരിക്കുക. കാരണം അവർക്ക് നൽകുമെന്ന് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് ശപഥം ചെയ്ത നാട്ടിലേക്ക് ഈ ജനത്തോടൊപ്പം പ്രവേശിച്ച് നീ തന്നെ അത് അവർക്ക് അവകാശമാക്കി കൊടുക്കണം. കർത്താവാണ് നിനക്ക് മുമ്പേ പോകുന്നത്. അവിടുന്നാണ് നിന്നോടുകൂടെയുള്ളത്. അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ ഭയപ്പെടേണ്ട, സംഭ്രമിക്കുകയും വേണ്ട. കർത്താവിൻ്റെ ഉടമ്പടി പേടകം വഹിക്കുന്നവരായ ലേവ്യ പുരോഹിതന്മാർക്കും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാർക്കും മോശ ഈ നിയമം എഴുതി നൽകി. മോശ അവരോട് ഇപ്രകാരം കൽപ്പിച്ചു: 7-ാം വർഷത്തിൻ്റെ അവസാനം, ഋണമോചന വർഷമായി നിശ്ചയിക്കപ്പെട്ട വേളയിൽ, കൂടാരങ്ങളുടെ തിരുനാളിൽ ഇസ്രായേൽ മുഴുവൻ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹാജരാകാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത സ്ഥലത്ത് വരുമ്പോൾ ഈ നിയമം മുഴുവൻ ഇസ്രായേലിൻ്റെ മുമ്പിൽ അവർ കേൾക്കെ നീ പ്രഘോഷിക്കണം. ജനം, അതായത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണങ്ങളിലുള്ള പ്രവാസിയും കേൾക്കുന്നതിനും പഠിക്കുന്നതിനും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുന്നതിനും ഈ നിയമത്തിൻ്റെ വാക്കുകളെല്ലാം കാത്തുപാലിക്കുന്നതിനുമായി നീ അവരെ വിളിച്ചുകൂട്ടുക. ഇതറിഞ്ഞിട്ടില്ലാത്തവരായ അവരുടെ മക്കളും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടേണ്ടതിന് നിങ്ങൾ ജോർദാൻ കടന്ന് കൈവശപ്പെടുത്താൻ പോകുന്ന ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർ ഇത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: ഇതാ, മരിക്കാനുള്ള നിന്റെ ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു. ഞാൻ ജോഷുവയെ അനുശാസിക്കേണ്ടതിന് നീ അവനെ വിളിക്കുക. എന്നിട്ട് നിങ്ങൾ സമാഗമ കൂടാരത്തിൽ സന്നിഹിതരാകുവിൻ. മോശ ജോഷുവയോടൊപ്പം ചെന്നു. അവർ സമാഗമ കൂടാരത്തിൽ സന്നിഹിതരായി. കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കൽ പ്രത്യക്ഷപ്പെടുകയും മേഘസ്തംഭം കൂടാരവാതിൽക്കൽ നിൽക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: ഇതാ, നീ നിന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു. ഈ ജനം എഴുന്നേറ്റ് തങ്ങൾ പോകുന്ന ദേശത്തിലെ അന്യദേവന്മാരുടെ പിന്നാലെ വ്യഭിചരിച്ച് നടക്കുകയും എന്നെ വിസ്മരിക്കുകയും അവരുമായി ഞാൻ ഏർപ്പെട്ട എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും. അന്ന് അവർക്കെതിരെ എൻ്റെ കോപം ജ്വലിക്കുകയും ഞാൻ അവരെ പരിത്യജിക്കുകയും എൻ്റെ മുഖം അവരിൽ നിന്ന് മറയ്ക്കുകയും അവർ ആഹാരമായി തീരുകയും ചെയ്യും. വലിയ കഷ്ടതകളും ദുരിതങ്ങളും അവർക്ക് വന്നു ഭവിക്കും. അന്ന് അവർ പറയും, നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ കഷ്ടതകൾ നമുക്ക് വന്നു ഭവിച്ചത്? അന്ന് അവർ ചെയ്ത എല്ലാ തിന്മകളെയും പ്രതി ഞാൻ എൻ്റെ മുഖം നിശ്ചയമായും മറയ്ക്കും. കാരണം അന്യദേവന്മാരുടെ നേരെ അവർ തിരിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഗാനം എഴുതി ഇസ്രായേല്യരെ പഠിപ്പിച്ച് അവരുടെ അധരത്തിൽ അത് നിക്ഷേപിക്കുവിൻ. അതുവഴി ഈ ഗാനം ഇസ്രായേല്യർക്കെതിരെ എനിക്കുള്ള സാക്ഷ്യമായി തീരും. ഞാൻ അവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് അവരെ കൊണ്ടുവരികയും അവർ ഭക്ഷിച്ച് തൃപ്തരാകുകയും തടിച്ചു കൊഴുക്കുകയും ചെയ്യുമ്പോൾ അവർ അന്യദേവന്മാരിലേക്കു തിരിഞ്ഞ് അവരെ സേവിക്കും. അങ്ങനെ അവർ എന്നെ പരിത്യജിക്കുകയും എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും ചെയ്യും.
അനേകം തിന്മകളും ദുരിതങ്ങളും അവർക്ക് വന്നു ഭവിക്കുമ്പോൾ ഈ ഗാനം അവർക്ക് മുമ്പിൽ സാക്ഷ്യമായി സംസാരിക്കും. എന്തെന്നാൽ അവൻ്റെ സന്തതിയുടെ അധരത്തിൽ നിന്ന് അത് വിസ്മരിക്കപ്പെടുകയില്ല. ഞാൻ ശപഥം ചെയ്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് മുമ്പേ അവർ നിരൂപിക്കുന്ന പദ്ധതി ഇന്നു തന്നെ ഞാൻ അറിയുന്നു. മോശ ആ ദിവസം തന്നെ ഈ ഗാനമെഴുതി ഇസ്രായേല്യരെ പഠിപ്പിച്ചു. നൂനിൻ്റെ മകനായ ജോഷുവയോട് അവിടുന്ന് കൽപ്പിച്ച് അരുൾ ചെയ്തു, ശക്തനായിരിക്കുക, ധീരനുമായിരിക്കുക. എന്തെന്നാൽ ഞാൻ ഇസ്രായേല്യരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് അവരെ നയിക്കുന്നത് നീയായിരിക്കും. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. മോശ ഈ നിയമത്തിൻ്റെ വാക്കുകളെല്ലാം പൂർണ്ണമായും ഒരു പുസ്തകത്തിൽ എഴുതി തീർത്തപ്പോൾ കർത്താവിൻ്റെ ഉടമ്പടിപ്പേടകം വഹിച്ചിരുന്ന ലേവായരോട് ഇപ്രകാരം കൽപ്പിച്ചു, ഈ നിയമഗ്രന്ഥമെടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടിപ്പേടകത്തിനരികെ വയ്ക്കുക. അവിടെ നിങ്ങൾക്കെതിരെ ഇതൊരു സാക്ഷ്യമായി തീരും. എന്തെന്നാൽ നിങ്ങളുടെ എതിർപ്പും ദുശാഠ്യവും എനിക്കറിയാം. ഇതാ, ഞാൻ ഇന്ന് നിങ്ങളോടുകൂടെ ജീവനോടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനെ ധിക്കരിക്കുന്നവരായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ മരണശേഷം എത്രയധികമായിരിക്കും. നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ ശ്രേഷ്ഠന്മാരെയും മേൽനോട്ടക്കാരെയും എൻ്റെ അടുത്ത് വിളിച്ചുകൂട്ടുവിൻ. അവർ കേൾക്കെ ഈ വാക്കുകൾ ഞാൻ പറയുകയും അവർക്കെതിരെ ആകാശവും ഭൂമിയും സാക്ഷി നിർത്തുകയും ചെയ്യട്ടെ. എൻ്റെ മരണശേഷം നിങ്ങൾ തീർത്തും വഷളാകുമെന്നും ഞാൻ നിങ്ങളെ അനുശാസിച്ച മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുമെന്നും എനിക്കറിയാം. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ നിങ്ങൾ തിന്മ ചെയ്ത് നിങ്ങളുടെ കരവേലയാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചതിനാൽ അവസാനകാലം തിന്മ നിങ്ങളെ നേരിടും. അനന്തരം മോശ ഇസ്രായേൽ സഭ മുഴുവനും കേൾക്കെ ഈ ഗാനശീലുകൾ അവസാനം വരെ ആലപിച്ചു.